ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലാണ്. ചെറിയ വ്ളോഗ് എടുത്താട്ടോ. നല്ല മഴ വരുന്നുണ്ട്, നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റാണ് ഗൈസ്. നല്ല കാറ്റ്, നല്ല സുഖം. ഇത്ര നേരം നല്ല ചൂടേനു, ഇപ്പൊ നല്ലൊരു കാറ്റും മഴ ചാറിൻ്റെ മുഖത്തൊക്കെ മഴച്ചാറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഇവിടെ നോമ്പറക്കണേ. അപ്പോൾ മുകളിൽ നല്ല ക്ലിയർ ആണ് ഗൈസ്. അപ്പം അതുകൊണ്ട് നോമ്പറക്കണേ. പോവാൻ പറ്റുണ്ടോ? ഈ താഴത്തുകൂടിയൊക്കെ പോവാൻ പറ്റും. നോമ്പ് നമ്മളോട് വിട പറയാണല്ലേ ഗൈസ്. സങ്കടാവണു. നല്ല കാറ്റ്, നല്ല അടിപൊളി കാറ്റ്. കാറ്റിന് ഇപ്പൊ കാറ്റില്ല കേട്ടോ, എന്നാലും അവിടുന്ന് അങ്ങോട്ട് കാറ്റുണ്ട്. ജസ്റ്റ് കാണിച്ചരാ ഉണ്ടോ? ഓക്കെ, മോന് താഴത്തുണ്ട്, ഞാനിപ്പോൾ താഴത്തേക്ക് പോകും. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു വ്ളോഗ് എടുത്താട്ടോ. ഞാനിനി ഇന്ന് വൈകുന്നേരം മന്തി ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ നോമ്പിന് തിങ്കളാഴ്ച ഇവിടെ നോമ്പ് തുറന്നു. അപ്പോൾ എനിക്ക് നോമ്പ് തുറക്കണ സമയത്ത് ഫുഡ് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഭയങ്കര, ഞാൻ പൊന്നാനി പോയ സമയത്തേ എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തലവേദനിച്ചിട്ട് ഞാൻ ഭയങ്കര വോമിറ്റിങ്ങും ഇതൊക്കെയായിരുന്നു, തലവേദനിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഫുഡൊന്നും ശരിക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നോമ്പറക്കാന്ന് വിചാരിച്ചു ഗൈസ്. അവിടെ കാണുന്നത് കണ്ടോ? അവിടെ ഒരു കാണുന്നുണ്ടല്ലേ, ആ കാണുന്നത് മില്ലാട്ടോ. പൊടിമില്ല്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, കാണുന്നില്ലേ നിങ്ങൾ? വീഡിയോ ഒക്കെ കൂട്ടുന്നുണ്ട് ഗൈസ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, കാറ്റ് നല്ലോണം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കാറ്റ്, നല്ല സുഖം ഇവിടെ അങ്ങനെ കാറ്റുകൊണ്ട് നിൽക്കാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസുകൾ ഇടുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനിനി പെരുന്നാളിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ വഹറസ്കാരം കഴിഞ്ഞു. ഇപ്പോൾ അസർ വാങ്ങി കൊടുത്തുക്കണു. അസർ വാങ്ങി കൊടുത്തിട്ടില്ല. വഹറസ്കാരം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ ഞാൻ വാങ്ങി കൊടുക്കുന്നതിനെ കുറച്ച് മുന്നായിട്ട് ഞാൻ ലൈവ് ഇട്ടിരുന്നു. കുറേ ഫ്രണ്ട്സിനോട് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന്. പിന്നെ നിസ്കരിച്ച് കണ്ട് കുറച്ച് നേരം അവിടെ കിടന്ന്. പിന്നെ നല്ല കാറ്റ് കഴിച്ചു. ഞാൻ ഇവിടുന്ന് പോകാത്തതെന്ന് വെച്ചാൽ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടിന് കുറച്ച് ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ നിൽക്കണോണ്ടാണ്, ഇവിടെ ടെറസിൻ്റെ മുകളിൽ നിൽക്കണോണ്ടാണ്. ഹാളിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, ഉള്ളിൽ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. കാരണം ഇപ്പോൾ നല്ല വെയിലേനില്ലേ. പിന്നെ എന്താണ് ഗൈസ്, നല്ല കാറ്റ് കൂടുതൽ പോകുന്നതുകൊണ്ടല്ലേ ഗൈസ്, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറമ്മ വെള്ളമാവും. ഞങ്ങൾ ചുറ്റോളം തങ്ങന്മാരാട്ടോ. ആ കാണുന്ന വീട് തങ്ങന്മാരെ വീടാണ്. അവിടെ ആ മില്ലുള്ളത് തങ്ങന്മാരതാണ്. പിന്നെ ഇവിടെ ആ കാണുന്ന ആ വെള്ള ശരിക്കും ആ വാൻ്റെ മറവിൽ ശരിക്കും കാണില്ല, ചെറുതായിട്ടൊരു വെള്ള കാണില്ല നിങ്ങൾക്ക്, അതൊക്കെ തങ്ങന്മാരെ വീടാട്ടോ. നമ്മൾ ചുറ്റോറും തങ്ങന്മാരെ സെൻറ്ററിലാണ് ഗൈസ്. റയ്യാൻ ഇനി 6 നോമ്പ് കഴിഞ്ഞിട്ട് പോവാണ്. എൻ്റെ മോനൂസ് പോവാണ് 6 നോമ്പ് കഴിഞ്ഞിട്ട്. ദർസ് കൊണ്ടുപോയി ചേർക്കാട്ടോനെ. ഗൈസ് ഞാൻ അങ്ങനെ ഇപ്പോൾ സിറ്റൗട്ടിക്ക് വന്നു കേട്ടോ. സിറ്റൗട്ടിൽ ഇരിക്കണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റ്. നേരത്തെ വിളിച്ചിരുന്നു, നല്ല മഴയാണ് മങ്കട എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അടുത്ത മഴ ഇവിടെ ആയിരിക്കാം. അപ്പോൾ മഴയെ നമുക്ക് വരവേൽക്കാം ഗൈസ് അല്ലേ. പിന്നെ നല്ല തണുപ്പ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സുഖം. ഇതേപോലെ തണുപ്പ് എപ്പോഴും ഉണ്ടെങ്കിൽ ഒരു സുഖമാണ്. ഞാൻ രാവിലെ കോട്ടേഴ്സിൽ ഡ്രസ്സുകളൊക്കെ അലക്കി വന്നു. മഴ പെയ്യണത് അറിയില്ലല്ലോ. അപ്പം ഞാൻ ജസിതാത്താനെ വിളിച്ചിട്ടുണ്ട്. ജസിതാത്താനോട് ഡ്രസ്സൊക്കെ ഞാൻ ഏറത്തേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജസിതാത്ത അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഉപകാരമായി. ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പുറത്ത് അലക്കിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അതൊരു ഉപകാരമായി ഗൈസ്. പിന്നെ ഇന്ന് മന്തി ആട്ടോ ഉണ്ടാക്കണം. മന്തി റെസിപ്പി. അപ്പോൾ ഗൈസ് ഞാനാട്ടോ മന്തി ഉണ്ടാക്കണത്. എൻ്റെ സ്പെഷ്യൽ മന്തി. ഇത് നമ്മളെ മുൻവശാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല മഴ കേട്ടോ, നല്ല അടിപൊളി മഴയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണില്ലേ? ഇതൊക്കെ ഈ മുറ്റത്തൊക്കെ നോക്കി നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് ഗൈസ്.
മാഷാ അല്ലാ അൽഹംദുലില്ലാഹ്. പടച്ചോന്റെ മയ അല്ലേ? ഇത്രയും നേരം ചുട്ട് പുകഞ്ഞിരിക്കനു. ഇപ്പൊ നല്ല തണുപ്പ് മാഷാ അല്ലാ. നല്ല അടിപൊളി തണുപ്പുണ്ട്. ഓക്കെ, ഞാൻ ഈ മോളെ മുടിയൊക്കെ മുടഞ്ഞു കൊടുക്കേനു. അപ്പൊ നല്ല മഴ പെയ്തേ. ഞാൻ അവിടെ ഉണ്ട്, റീസന്റെ അടുത്തിരിക്കുന്നുണ്ട്. ഞാനവിടെ സിറ്റോട്ടിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എൻ്റെ ഇപ്പ കടയിൽ പോയി കേട്ടോ, സാധനം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാനാണ് മന്തി വെക്കണേ. പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ, പറ്റുകയാണെങ്കിൽ. ഓക്കെ, അടിപൊളി മഴ. നമ്മളെ പല്ലൊക്കെ പോയിക്കൊണ്ടേ, പല്ല് പറഞ്ഞതാണ്. അതൊന്നും മെച്ചി വന്നിട്ട് നല്ല അടിപൊളി, നല്ല നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. മണ്ണിന്റെ അത്ര തണുപ്പുണ്ട് അല്ലമ്മ. അപ്പോൾ മുത്തുമണികളെ, പുറത്ത് നല്ല മഴ കേട്ടോ. ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്, കാരണം കുട്ടികൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലേനു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മന്തിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ. ക്യാപ്സിക്കം, വലിയ ഉള്ളി, നമുക്ക് മന്തി ഉണ്ടാക്കാം കേട്ടോ. മന്തിക്ക് ഇവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുളക്, ക്യാപ്സിക്കം മുളക്, ഉള്ളി ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാഗി ക്യൂബ് വേണം, സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ അതിൽ മിക്സ് ആക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ചട്ടി ഇരിക്കണം. അതിൽ ഞാൻ ചിക്കൻ ആദ്യം വെക്കും കേട്ടോ. ചിക്കൻ ഓരോരോ കഷ്ണങ്ങൾ ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ മറന്ന അവിടുന്ന് ഇതുപോലെ കഷ്ണങ്ങൾ കേട്ടോ. അപ്പം ഞാൻ ആദ്യം അതിലിട്ടത് മാഗി ക്യൂബാട്ടോ. ഞാനൊരു 4 മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി, ക്യാപ്സിക്കം ഇതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതിലോട്ട് സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇതൊക്കെ ആവശ്യത്തിന് ഒഴിച്ചെടുക്കണുള്ളൂ കേട്ടോ. ഞാൻ കത്തി തരുന്നപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ പല്ല് വെച്ചിട്ട് കവറ് പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിച്ചപ്പില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ കുറച്ച് ഫുഡ് കളർ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. ഓവറായിട്ട് എടുത്തിട്ടില്ല, തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 4 മാഗി ക്യൂബ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഉപ്പ് കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ കുരുമുളക് പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മന്തിക്കുള്ള മസാല ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തു, അതിൽ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട്, പിന്നെ അതിലോട്ട് മാഗി ക്യൂബ് നമ്മളൊന്ന് പൊടിച്ചിട്ടു, പിന്നെ ക്യാപ്സിക്കം മുളക്, ഉള്ളി, പിന്നെ അതുപോലെ മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാത്രം ഫുഡ് കളർ മാത്രം യൂസ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ മക്കളെ കൊണ്ടാട്ടോ നോക്കി, പക്ഷെ ഞാനല്ല നോക്കിയത്. അപ്പോൾ അത് ഉപ്പ് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് സ്റ്റൗവിൽ ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇടണം കേട്ടോ. ചിക്കൻ മസാല ഒക്കെ കുറച്ചിട്ടാൽ മതി. നമ്മളൊരു കൈ കണക്കിനനുസരിച്ച് ഇട്ടാൽ മതി, അത്ര മതി. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. കുരുമുളക് പൊടി വേണം. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 2-3 മണി കേട്ടോ ഇട്ടാൽ മതി.
ചെറിയ ജീരകം കണ്ടോ, ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ, ഇത്ര എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇടാം കേട്ടോ. ഞാനിങ്ങനെ കേട്ടോ മന്തി ഉണ്ടാക്കൽ. ഞാനൊരിക്കൽ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മന്തി ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഒന്ന് വീട്ടിൽ വന്നപ്പോൾ മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണം വീട്ടിൽ മന്തി. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഗൈസ് കുറച്ച് ഇതിപ്പോൾ ഉമ്മ പൊടിച്ചതാട്ടോ കുരുമുളക്. അപ്പോൾ ഇത്ര മതി കേട്ടോ കുരുമുളക്. എരിവ് അധികം ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, ഇനി ഒന്നും കൂടെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഗൈസ് ഇനി ഇത് നമുക്ക് തീ വെക്കാം കേട്ടോ. ഗ്യാസ് ഓണാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തിൻ്റെ മസാല ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. ഓക്കെ, അത് വേവട്ടെ. അപ്പോൾ മന്തിൻ്റെ ചോറ് നമ്മൾ അടുപ്പത്താട്ടോ വെക്കണത്. അപ്പോൾ ചോറ് ഉമ്മ വെച്ച് തരുന്നുണ്ട്. ഉമ്മ ഞാനും കൂടെ കൂടിയിട്ടോ. ഉമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട്. ചോറ് ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ തക്കാളി ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. മത്തി കുറച്ചല്ല, 3 തക്കാളി, പിന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മല്ലിയില ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ഇടാൻ മറന്നില്ല. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി വിനാഗിരി കൂടി ആഡ് ആക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ എന്തായി നോക്കാം കേട്ടോ. ചിക്കൻ എന്തായി നോക്കാം. ചിക്കനിൽ വെള്ളമൊക്കെ വറ്റണം കേട്ടോ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് എടുക്കാം. നല്ലാണ്ട് ഇളക്കി കൊടുക്കണ്ട, അത് വടിയുള്ളൂ. ഇന്നത്തെ വെള്ളം വറ്റാണ്ട് കേട്ടോ. വെള്ളം കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. വിനാഗിരി, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, പിന്നെ മയോണൈസ് ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മയോണൈസ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് വെള്ളം നമുക്ക് ആഡ് അപ്പോൾ മുത്തുമണികളെ ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും അതുപോലെ ഓയിൽ ഇറങ്ങിയതും ഇതൊക്കെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ചോറ് ദമ്മിടുന്ന സമയത്ത് ചോറ് ഇതിലോട്ട് ഇടുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മാറ്റിയെടുക്കുന്നത്. വേണ്ട ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഈ വെള്ളം ഇതിൽ കിടന്നോട്ടെ. കാരണം ചോറ് ഇടുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആവരുത് ചോറും മസാലയും കൂടെ. അപ്പോൾ ഇത് ഇതിൽ നിന്നോട്ടെ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു എണ്ണയും മസാലേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചോറ് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മന്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ തന്നെ ചോറ് അവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അടുത്തത് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ. മയോണൈസ് ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയണമല്ലേ. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടൻ്റെ വെള്ളം മാത്രം എടുക്കണം. അറിയാണ്ട് അതിൽ കുറച്ച് മുട്ടൻ്റെ മഞ്ഞായിപ്പോയി ഗൈസ്. മഞ്ഞ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ. തുള്ളി ഉപ്പ് ഇട്ടാൽ മതി. ഇത് മതി. ഇത്ര ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ. മയോണൈസ് ഞാൻ കാണിക്കണില്ല, കാരണം എല്ലാവർക്കും അറിയണതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഇതിന് മുകളിലിടാണ്. അമ്മയാണ് കേട്ടോ ചോറ് ഇതിൽ തരുന്നത്. നിൽക്കട്ടോ. അപ്പോൾ മുത്തുമണികളെ നമ്മളെ മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി മന്തിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ ഒരു കണലൊക്കെ വെച്ചിട്ട് പുക ആക്കിയിട്ട് സൺഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഒരു പുക പോലെ സംഭവം വരണം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മന്തി ഒന്നും കൂടെ സെറ്റ് ആയതിന് ശേഷം നമുക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അസറസ്കരിക്കണം, സമയം ഒരുപാടായി. നമ്മൾ മന്തി സെറ്റ് ആയതിന് ശേഷം ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ ചോറ് ഇവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല പാകത്തെ വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചോറ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നോമ്പറക്കുമ്പോൾ അത് കഴിക്കണം, മന്തി കഴിക്കണം. പിന്നെ ഉമ്മ ഇവിടെ വത്തക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുമണികളെ അസറസ്കാരൊക്കെ കഴിഞ്ഞ് സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അയ്യോ സോറി, സ്റ്റൂള് നീക്കിയ സൗണ്ടാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനി കുറേ സമയമുണ്ട്. 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സിറ്റൗട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ഇനി എന്താ അറിയോ, എന്താ വെച്ചാൽ ഇനി മഴ വന്നാലേ വണ്ടിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം 9:30 വരെ. അപ്പോൾ 9:30 വരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞേക്കാണ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ റോട്ടിൽ കൂടി പോയാൽ വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ പോകണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലൈവ് എടുക്കും രാത്രി പോണ സമയത്ത്. അപ്പോൾ ഞാൻ രാത്രി പോകും കേട്ടോ. ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞൊക്കെ തന്നെ ഞാൻ പോകും. ഓക്കെ, അപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് എന്തൊക്കെ വിഭവങ്ങൾ എന്നുള്ളത് നോക്കാം. വിഭവങ്ങളൊന്നുമില്ല, എണ്ണക്കടി ഒന്നുമില്ല. ഇപ്പം എന്താ പറയുക, ഇത് വത്തക്ക ജ്യൂസ് ഉണ്ട്. പിന്നെ അവിൽ മിൽക്ക് പോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കി. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എണ്ണക്കടീന് ഉണ്ടോ അറിയില്ല. അനിയന് ജോലിക്ക് പോയിക്കണം. അപ്പോൾ അവൻ വരുന്ന സമയത്തിന് എന്തെങ്കിലും കൊണ്ടുവരോന്നൊന്നും അറിയില്ല. ആ കൊണ്ടുവരുണ്ടാവുക കാരണം എണ്ണക്കട എന്തെങ്കിലും കൊണ്ടുവരാൻ. അപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ സിറ്റൗട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ ഇതൊക്കെയാണ് വിഭവങ്ങൾ. പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ട് കേട്ടോ, അത് അനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നോമ്പൊക്കെ തുറന്നു, മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്നിട്ടോ. നോമ്പ് തുറക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എടുത്തില്ല. നോമ്പ് തുറന്നു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മന്തി കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടോ. ചോറ് കഴിച്ചിങ്ങാണ്ട് ഞാൻ കോട്ടേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അനിയനാട്ടോ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നത് ബൈക്കുമ്മൽ. ഞാനും ഇയമ്മോളും ഇങ്ങോട്ട് വന്നു. റയ്യാൻ അവിടെ നിന്നു കേട്ടോ, നാളെ സ്കൂളിലല്ലോ. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന്
ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മളെ മന്തിൻ്റെ റെസിപ്പി കണ്ടില്ലേ, മന്തിൻ്റെ റെസിപ്പി. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ. ഓക്കെ, ബൈ.